നടക്കണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഗശ്ശ ലൈസ മിന്നാ. എന്റെ ഫ്രെയിംവർക്കിന്റെ പുറത്താണ്. ഈ സംസ്കാരം എന്റെ സംസ്കാരമല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ കൂടെ എനിക്ക് കൂടണോ, വേഗം എടുത്ത് പുറത്തേക്ക് വെച്ചോ. അല്ലേ? ഈ എവിടെയാണ് ഈ പഠിപ്പിക്കുന്നത്? അഖ്ലാഖ് നമ്മളെ കുട്ടികൾക്ക് ടോപ്പ് പ്ലസ് നേടാനുള്ള സബ്ജക്ട് അല്ല, പിന്നെ ലൈഫിൽ ടോപ്പ് പ്ലസ് നേടാനുള്ള പ്രകൃതമാണ്. ലൈഫിൽ അഖ്ലാഖ് നമ്മളെ കുട്ടി പഠിച്ചാല് ആ കുട്ടിയുടെ ലൈഫിൽ ടോപ്പ് പ്ലസ് നേടട്ടെ. ഈ സ്വഭാവം ആ കുട്ടി ഇങ്ങനെ എടുക്കട്ടെ. എന്റെ മദ്രസയിൽ എന്റെ പ്രത്യയശാസ്ത്രം എന്നെ പഠിപ്പിച്ച എത്തിക്സ് ഇതാണ്, അതുകൊണ്ട് എനിക്ക് ചീറ്റിങ് പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി നിലപാട് പറയുന്ന സ്ഥലത്ത് ഈ മതത്തിന്റെ തിളക്കം 10 മാറ്റ് വർദ്ധിക്കരുത്. കാരണം ഓരോരുത്തരും വായിക്കപ്പെടുന്നത് അവരവരുടെ മതത്തിന്റെ പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാം മതത്തെ വായിക്കുന്നത് മുസ്ലിമിന്റെ ലൈഫ് കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് കുടുംബം ഒരു അമാനത്താണ്, കച്ചവടം ഒരു അമാനത്താണ്, ജോലി ഒരു അമാനത്താണ്, സോഷ്യൽ മീഡിയ ഒരു അമാനത്താണ്, മജ്ലിസ് ഒരു അമാനത്താണ്. ഈ കുടുംബമടക്കമുള്ള അമാനത്തിനെ ഭംഗിയായി നിറവേറ്റുന്ന മാതൃകയുള്ള ഒരാളാക്കി എന്നെ മാറ്റണേ റബ്ബേ, അതിനുള്ള മനസ്സ് നീ എനിക്ക് നൽകണേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ റബ്ബ് തന്ന ശുക്ർ ചിന്തിച്ച് നമ്മൾ ജീവിക്കുക. നമ്മളല്ലേ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ? ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്, എത്ര വട്ടം നമ്മൾ ശുക്ർ ചെയ്തു പോകും ഇത് ചിന്തിച്ചാൽ. മൻ അസ്ബഹ മിൻകും, ആരാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൻ അസ്ബഹ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും ഇന്നത്തെ പ്രഭാതത്തെ എതിരേറ്റിരിക്കുകയാണ്. നമ്മളെ തടിക്ക് ഒരു ചതവും പറ്റിയിട്ടില്ല, നമ്മുടെ ശരീരത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല, പരസഹായമില്ലാതെ നമ്മൾ നടക്കുന്നു, ഡോക്ടറെ മെഡിസിൻ കഴിക്കാതെ തന്നെ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ കൃത്രിമ യന്ത്രങ്ങളുടെ സംവിധാനമില്ലാതെ തന്നെ ശ്വസിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ വെടുപ്പും വൃത്തിയുമായി ചെയ്യുന്നു. അത് മുആഫുൻ ഫീ ജസദിയാണ്, ആരോഗ്യം കിട്ടിയ മനുഷ്യന്റെ അടയാളമാണ്. അതോടുകൂടെ തന്നെ ആമിനൻ ഫീ സിർബിഹി, അവന്റെ സമൂഹത്തിൽ ജീവിക്കുന്നത് വേറെ ആരെങ്കിലും എന്നെ വന്ന് കൊലപ്പെടുത്തുമോ എന്ന പേടിയില്ലല്ല, ഒരു ശത്രു വന്നിട്ട് എന്നെ ബോംബിട്ട് തകർക്കുമോ എന്ന പേടിയില്ല. അപ്പൊ നമ്മൾ ആമിനാണ്, നമ്മൾ ആരോഗ്യമുള്ളവനാണ്, നമ്മൾ നിർഭയത്വമുള്ളവനാണ്. നമ്മുടെയും കുടുംബത്തിന്റെയും നിത്യ ചെലവ് കഴിഞ്ഞു പോകാൻ, ഇന്ന് നമ്മുടെ കുടുംബം പുലർത്താനുള്ള ഭക്ഷണം ഇന്ന് നമ്മുടെ വീടിന്റെ സ്റ്റോർ റൂമിൽ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കിട്ടിയ ആണേ